കോട്ടയത്തുള്ള ഡിസയർ മീഡിയയും ഡോക്ടർ റെജി ജോണും കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു വർക്കിൽ അസിസ്റ്റ് ചെയ്യാൻ പോയേക്കായിരുന്നു കഴിഞ്ഞ ദിവസം. മുന്നാബായിയും ജയകുമാർ ചേട്ടനും കൂടാണ് ഡയറക്ഷൻ. ഞാനാണ് അസിസ്റ്റന്റ് ഡയറക്ടർ. ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാൻ മാത്രം ഇഷ്ടപ്പെട്ടിരുന്ന ഞാൻ ഇപ്പോൾ കൂടുതലും ക്യാമറയ്ക്ക് പിന്നിലാണ്. കൂടുതൽ പണി പഠിക്കാൻ വേണ്ടിയിട്ടും എൻ്റെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ തന്നെ തിരഞ്ഞെടുത്തൊരു വഴിയാണിത്. സിനിമാ തിരക്കഥാകൃത്തും നടനുമായ അരുൺ ചേട്ടനും ബാലതാരമായി നിരവധി സിനിമകൾ അഭിനയിച്ച ദേവികയും ഡോക്ടർ റെജി ജോണും അടക്കം 10ഓളം താരങ്ങൾ ഈ ഷൂട്ടിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തെടുത്ത ഫീൽ ഗുഡ് ഷോർട്ട് ഫിലിമാണിത്. ഡയറക്ടർമാരുടെയും ആർട്ടിസ്റ്റുകളുടെയൊക്കെ കാര്യം പറഞ്ഞപ്പോൾ ക്യാമറാമാൻ്റെ കാര്യം പറയാൻ ഞാനങ്ങ് മറന്നുപോയി. നമ്മുടെ ഡിസയർ മീഡിയയുടെ ഓണറായിട്ടുള്ള അരുൺ പ്രോ തന്നെയാണ് ഈ വർക്കിൻ്റെയും ക്യാമറ ചെയ്തിരിക്കുന്നത്. ഒരു നൈറ്റും ഒരു ഡേയും ആയിരുന്നു നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. വൈകിട്ട് 6 മണിക്ക് തുടങ്ങിയ ഷൂട്ട് അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 മണിക്കാണ് തീർന്നത്. രാത്രിയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ പൊതുവേ വിശപ്പും ക്ഷീണമൊക്കെ നമുക്ക് കുറച്ച് കൂടുതൽ വരുമല്ലോ. അപ്പോൾ അത് മാറാൻ വേണ്ടി നമ്മൾ കുറച്ച് കൂടുതൽ ഫുഡ് കഴിച്ച് അതിനെ നമ്മൾ ഓവർകം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫുഡും ചായയും നമുക്ക് നിർബന്ധമാണ്. സിനിമാ മോഹമായിട്ട് നടക്കുന്ന ഒരു കൂട്ടമാണ് ഞങ്ങൾ. അഭിനയിക്കാനും ഡയറക്ഷൻ ചെയ്യാനും ഒക്കെ ആയിട്ട് അവസരങ്ങൾക്കായി കയറി ഇറങ്ങി നടന്നിട്ട് ഒന്നും കിട്ടാതെ വന്ന് അവസാനം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ നമ്മൾ തന്നെ പറ്റുന്ന പോലെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്യുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ അഭിനയിക്കാനും കഥ എഴുതാനും ഡയറക്ഷൻ ചെയ്യാനും ക്യാമറ ചെയ്യാനും ഒക്കെ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു വരുന്ന എല്ലാവർക്കും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ അവസരങ്ങൾ കൊടുക്കുന്നുമുണ്ട് ഇപ്പോൾ. രാവിലെ ഞങ്ങൾ ഷൂട്ട് തുടങ്ങിയത് കോട്ടയത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ്. അവിടെയാണ് ഞങ്ങളുടെ ക്ലൈമാക്സ് ഷൂട്ട്. കഴിഞ്ഞ ദിവസം ഇല്ലാതിരുന്ന 1-2 ആർട്ടിസ്റ്റുകൾ ഇന്ന് കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ ഉറങ്ങാത്തതിൻ്റെ ഒരു ക്ഷീണം എല്ലാവർക്കും ഉണ്ടെങ്കിലും ഷൂട്ട് തുടങ്ങി തീരുന്നത് വരെ ആർക്കും ആ ഒരു ക്ഷീണമോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ക്യാമറയുടെ പിന്നിൽ നിൽക്കുന്ന നമുക്ക് കുറച്ച് ക്ഷീണമാകാമല്ലോ, അശോകന് ക്ഷീണമാവാം. അപ്പോൾ നമ്മുടെ ഈ ഷോർട്ട് ഫിലിം ക്രിസ്മസിന് മുമ്പായിട്ട് തന്നെ റിലീസ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാണണം, കണ്ടിട്ട് അഭിപ്രായം പറയണം. അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ കഥകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെയ്തത് വിഷ്വൽ ചെയ്ത് കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ചെറിയ കോസ്റ്റിൽ നമ്മളത് ചെയ്യുന്നതായിരിക്കും.